എൻ്റെ മോനെ കൊണ്ട് കാല് കഴിപ്പിക്കും, ഞാൻ ചെയ്യിപ്പിക്കില്ല. അവർക്കൊക്കെ പ്രാന്താ. ആദരവാണെങ്കിലും ബഹുമാനമാണെങ്കിലും അത് കാണിക്കേണ്ടത് കാലിൽ വീണുകൊണ്ടാണോ? പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കൊണ്ട് പാദപൂജ ചെയ്യിക്കുന്നതിൽ എന്ത് ധാർമ്മികതയാണുള്ളത്? ജനങ്ങൾക്കും പറയാനുണ്ട്. വിദ്യാർത്ഥികൾ അധ്യാപകരെ ബഹുമാനിക്കണം, അത് ഓക്കെയാണ്. പക്ഷെ പാദപൂജ വളരെ മോശം പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവർ RSS പണ്ട് RSS ശാഖകളിൽ നടത്തുന്നതാണ് ഈ പാദപൂജ. അത് ആ സ്കൂളിലും കൊണ്ടുവന്ന് എല്ലാ RSS വൽക്കരിക്കാനുള്ള പരിപാടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗുരുവിൻ്റെ കാലം നല്ല കാര്യമില്ലേ, പക്ഷേ ഈ പറഞ്ഞ് ചെയ്യിപ്പിക്കില്ല, അത് കുട്ടികൾ അറിഞ്ഞാണ് ചെയ്യേണ്ടത്. ഗുരുക്കന്മാരെങ്കിൽ നമ്മളങ്ങനെ വന്ദിക്കണമെന്നുള്ളതല്ലാതെ അവരുടെ പാദം കഴുകിയേ സേവിക്കാവൂ അങ്ങനെയൊന്നും ഇല്ലല്ലോ. റെസ്പെക്ട് ചെയ്യണം, എല്ലാ തരത്തിലും റെസ്പെക്ട് ചെയ്യണം. കാല് കഴുകുക എന്നുള്ളത് അത് ബൈബിളിലല്ലേ പറഞ്ഞിട്ടുള്ളൂ. നോക്കിയാൽ മതി. അവർക്കൊക്കെ പ്രാന്താ, അല്ല എന്ത് പറയാൻ, നമുക്ക് ഒന്നും പറയാനില്ല. ഇപ്പോഴത്തെ തലമുറകൾ അതൊന്നും അംഗീകരിക്കത്തൊന്നുമില്ല. അല്ല RSS ആയാലും എന്തായാലും ചെയ്തത് എന്തായാലും കുഴപ്പമാണ്. പാദപൂജയുടെ ഒരു കാലഘട്ടത്തിലായിരുന്നു നമ്മൾ ജീവിച്ചിരുന്നതെങ്കിൽ ഇപ്പം ഞാൻ ചിലപ്പം വിദ്യാഭ്യാസം നേടത്തില്ല. എന്നെ പോലുള്ള ധാരാളം ആളുകൾക്ക് ചിലപ്പം വിദ്യാഭ്യാസം കിട്ടില്ല. ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഓരോരുത്തരുടെ ചോയ്സാണ്. അധ്യാപകൻ എന്ന് പറയുമ്പോൾ ദൈവത്തിന് തുല്യമാണ് എന്നും പറഞ്ഞ് നമ്മൾ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അധ്യാപകരെ വന്നിക്കാം, കാല് തൊട്ട് വരുന്നത് 100% ശരിയാണ്. പക്ഷേ ഇത് കാല് കഴിയുന്നതൊന്നും ശരിയല്ല.